Good morning children. How are you? എല്ലാവർക്കും സുഖമല്ലേ? Hope you all are fine and safe at home. Yes. Do you remember the previous class? Are you completed the homework? Yes. Okay dear children. The Happy Prince എന്ന ഭാഗത്തിലെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ദ ഹാപ്പി പ്രിൻസ് ഒരു നഗരത്തിലെ സന്തോഷവാനായ ഒരാളായിരുന്നു ദ ഹാപ്പി പ്രിൻസ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആ നഗരത്തിലെ ഏറ്റവും മുകളിൽ അവിടുത്തെ ജനങ്ങൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു കുരുവി അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ വിശ്രമിക്കാനായി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? കുഞ്ഞിക്കുരുവിയുടെ ദേഹം നനയാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞിക്കുരുവി നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റാച്ചുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ വരികയാണ്. അപ്പോൾ കുഞ്ഞിക്കുരുവി ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റാച്ചുവിനോട്, സ്റ്റാച്ചു ആരാ? ദ ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസ് പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ സ്റ്റാച്ചു ആയി നിന്നപ്പോൾ ഈ നഗരത്തിലെ എല്ലാ കാഴ്ചകളും കണ്ട് എനിക്ക് കരയാനേ സമയമുള്ളൂ എന്ന് സ്റ്റാച്ചു പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സോളോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുരുവി മുഖേന നമ്മുടെ ഹാപ്പി പ്രിൻസ് ഓരോരുത്തരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞുള്ള ക്ലാസ്സിലെല്ലാം പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു പാവപ്പെട്ട ദരിദ്രരായ ഒരു കുടുംബത്തെ നമ്മുടെ സ്റ്റാച്ചുവിൽ നിന്നും പ്രതിമയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്നുള്ള റൂബി എടുത്തിട്ട് ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് ദ ഹാപ്പി പ്രിൻസ് എന്ന പാഠഭാഗത്തിലെ ദ റൈറ്റർ എന്ന ഭാഗം നമുക്ക് നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 117. Students, listen carefully. You read silently. The writer. The next morning, the prince said, "Swallow, swallow, little swallow. Far away across the city, I see a young man. He is leaning over a desk covered with papers. His hair is brown and crisp and his lips are red as a pomegranate. He is trying to finish a play. Hunger has made him faint." എല്ലാവരും ഈ പാരഗ്രാഫ് മനസ്സിലൊന്ന് വായിച്ചു നോക്കിയേ. Are you read? Yes. എല്ലാവരും വായിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പാരഗ്രാഫിലെ പ്രയാസമുള്ള വാക്കുകളൊന്ന് നോക്കിയാലോ? എല്ലാവരും കണ്ടെത്തിയോ? നമുക്ക് നോക്കാം. ലീനിങ്, ചായുക. ക്രിസ്പ്, പരുപരുത്ത. പ്ലേ, നാടകം. ഫെയിൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഫെയിൻറ്റ്? തളരുക, ബോധം കെടുക എന്നൊക്കെയാണ്. പോമിഗ്രാനേറ്റ്, മാതള നാരങ്ങ. പോമിഗ്രാനേറ്റ്, മാതള നാരങ്ങ. Okay, once more I read the same paragraph and explain it. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ടീച്ചർ ഒന്നുകൂടി ഈ പാരഗ്രാഫ് വായിക്കാം. The next morning the prince said, "Swallow, swallow, little swallow, far away across the city
ഐ സീ എ യങ് മാൻ. അപ്പോൾ അടുത്ത ദിവസം രാവിലെയായപ്പോൾ പ്രിൻസ് എന്താണ് സോളോയോട് പറയുന്നത്? നമ്മുടെ സിറ്റിയിലെ ഒത്തിരി ദൂരെ, ഫാർ എവേ അക്രോസ് ദ സിറ്റി കടന്ന് അങ്ങ് ദൂരെ ചെല്ലുമ്പോൾ എനിക്കൊരു യങ് മാനെ കാണാം, ഒരു ചെറുപ്പക്കാരനെ കാണാം. ഹീ ഈസ് ലീനിങ് ഓവർ എ ഡെസ്ക് കവേർഡ് വിത്ത് പേപ്പേഴ്സ്. നല്ല പരുപരുത്ത മുടിയും ചുണ്ട് നല്ല മാതള നാരങ്ങയുടേതുപോലെ ചുവന്ന ചുണ്ടുകളുമാണ്. ഹീ ഈസ് ട്രൈങ് ടു ഫിനിഷ് എ പ്ലേ. അവൻ ഒരു നാടകം എഴുതി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹങ്ങർ ആസ് മെയ്ഡ് ഹിം ഫെയിൻറ്റ്. വിശപ്പ് കാരണത്താൽ അവനങ്ങ് ബോധം കെട്ടുപോയി. ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഓക്കെ ഡിയർ ചിൽഡ്രൻ, ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? യെസ് ഡിയർ ചിൽഡ്രൻ, യു റീഡ് പാരഗ്രാഫ് സൈലൻ്റ്ലി. എല്ലാവരും ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ. I will wait with you here one night longer, said the swallow. Shall I take him another ruby? Alas, I have no ruby now, said the prince. My eyes are all that I have left. They are made of rare sapphires, brought out of India 1,000 years ago. Pluck out one of them and take it to him. Are you read? Yes, very good. അങ്ങനെയാണെങ്കിൽ ഈ പാരഗ്രാഫിലെ പ്രയാസമുള്ള വാക്കുകളൊന്ന് നോക്കിയാലോ? യെസ്, നിങ്ങൾ കണ്ടെത്തിയോ? ടെൽ മീ. പ്ലക്ക്, യെസ്, പറിച്ചെടുക്കുക. പ്ലക്ക്, പറിച്ചെടുക്കുക. ഓക്കെ, വൺസ് മോർ ഐ റീഡ് ദ സെയിം പാരഗ്രാഫ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. പാരഗ്രാഫിലെ വരികളും അർത്ഥങ്ങളും ഒന്ന് നമുക്ക് നോക്കിയാലോ? യെസ്. ഐ വിൽ വെയിറ്റ് വിത്ത് യു ഹിയർ വൺ നൈറ്റ് ലോങ്ങർ, സെഡ് ദ സോളോ. ഞാൻ അങ്ങയുടെ കൂടെ ഒരു രാത്രി കൂടി ഇവിടെ തങ്ങാം. ഷാൾ ഐ ടേക്ക് ഹിം അനദർ റൂബി. ഞാൻ വേറൊരു റൂബി കൂടി എടുത്ത് ആ എഴുത്തുകാരന് കൊണ്ടു കൊടുക്കട്ടെ എന്ന് നമ്മൾ സാലോ പ്രിൻസിനോട് ചോദിക്കുകയാണ്. അലാസ്, ഐ ഹാവ് നോ റൂബി നൗ, സെഡ് ദ പ്രിൻസ്. മൈ ഐസ് ആർ ഓൾ ദാറ്റ് ഐ ഹാവ് ലെഫ്റ്റ്. അയ്യോ, എനിക്ക് ഇനി റൂബിയൊന്നുമില്ല, എനിക്ക് എൻ്റെ കണ്ണുകൾ കൂടിയേ ബാക്കിയുള്ളൂ. ദേ ആർ മെയ്ഡ് ഓഫ് റയർ സാഫിയർ, ബ്രോട്ട് ഔട്ട് ഓഫ് ഇന്ത്യ 1,000 years ago. ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാഫിയർ എന്ന ഇന്ദ്രനീല കല്ലുകൾ മാത്രമേ എൻ്റെ കയ്യിൽ കൊടുക്കുവാൻ ഇനി ബാക്കിയുള്ളൂ. ആരാ പറയുന്നത്? നമ്മുടെ ഹാപ്പി പ്രിൻസ് സോളോട് പറയുകയാണ്. പ്ലക്ക് ഔട്ട് വൺ ഓഫ് ദം ആൻഡ് ടേക്ക് ഇറ്റ് ടു ഹിം. അതിലൊരെണ്ണം പറിച്ചെടുത്ത് അയാൾക്ക് കൊണ്ടു കൊടുക്കണേ എന്ന് ഹാപ്പി പ്രിൻസ് സോളോട് പറഞ്ഞു. ഓക്കെ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും ഈ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? യെസ് ഡിയർ ചിൽഡ്രൻ, യു റീഡ് പാരഗ്രാഫ് സൈലൻ്റ്ലി. എല്ലാവരും ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ. Dear Prince, said the swallow, I cannot do that. And he began to weep. Swallow, swallow, little swallow, said the prince, do as I command you. So the swallow plucked out the prince's eye and flew away to the young man. The young man did not hear the flutter of the bird's wings. When he looked up, he found the beautiful sapphire. I am beginning to be appreciated, he cried. This is from some great admirer. Now I can finish my play, and he looked quite happy. Are you read? Yes, very good. എല്ലാവരും വായിച്ചു നോക്കിയോ? അങ്ങനെയാണെങ്കിൽ ഈ പാരഗ്രാഫിലെ പ്രയാസമുള്ള വാക്കുകൾ കണ്ടെത്തൂ. എല്ലാവരും കണ്ടെത്തിയോ? ടെൽ മീ. അപ്രീഷിയേറ്റ്, യെസ്, ഗുഡ്. അപ്രീഷിയേറ്റ്, അംഗീകരിക്കുക. അപ്രീഷിയേറ്റ്, അംഗീകരിക്കുക. ഓക്കെ, വൺസ് മോർ ഐ റീഡ് ദ സെയിം പാരഗ്രാഫ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്.
ഈ പാരഗ്രാഫ് നമുക്ക് ഒന്നുകൂടി അർത്ഥസഹിതം നോക്കിയാലോ. ഡിയർ പ്രിൻസ് സെഡ് ദ സോളോ, ഐ ക്യാൻ നോട്ട് ഡു ദാറ്റ് ആൻഡ് ഹി ബിഗാൻ ടു വീപ്പ്. അപ്പോൾ സോളോ എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട രാജകുമാര, എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോളോ നമ്മുടെ ഹാപ്പി പ്രിൻസിനോട് പറയുകയാണ്. എന്താണ്? ഹാപ്പി പ്രിൻസ് പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നും ഒരു സാഫിയർ എടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ സോളോ പറയുകയാണ്, എനിക്കത് പറ്റില്ല എന്ന് നമ്മൾ സോളോ പറയുകയാണ്. എന്താണ് കണ്ണിൽ നിന്നും ആ സാഫിയർ പറിച്ചെടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് സോളോ കരയാൻ തുടങ്ങി. സോളോ സോളോ ലിറ്റിൽ സോളോ സെഡ് ദ പ്രിൻസ്, ഡു ആസ് ഐ കമാൻഡ് യു. അപ്പോൾ സോളോയോട് പ്രിൻസ് പറയുകയാണ്, സോളോ നീ ഞാൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യൂ. പ്രിൻസ് സോളോയോട് പറയുകയാണ്, നീ ഞാൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യൂ. സോ ദി സോളോ പ്ലക്ഡ് ഔട്ട് ദ പ്രിൻസസ് ഐ ആൻഡ് ഫ്ലൂ അവേ ടു ദ യങ് മാൻ. അപ്പോൾ പ്രിൻസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സോളോ പ്രിൻസിൻ്റെ കണ്ണിലുണ്ടായിരുന്ന ഒരു സാഫിയർ അഥവാ ഇന്ദ്രനീലക്കല്ല് പറിച്ചെടുത്ത് ആ ചെറുപ്പക്കാരൻ്റെ നേർക്ക് പറന്നു. ദ യങ് മാൻ ഡിഡ് നോട്ട് ഹിയർ ദ ഫ്ലട്ടർ ഓഫ് ദി ബേർഡ്സ് വിങ്സ്. എന്നാൽ ആ ചെറുപ്പക്കാരനോ ഈ സോളോ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ആ പക്ഷിയുടെ ചിറകടി ശബ്ദമൊന്നും അവൻ കേട്ടതേ ഇല്ല. എന്തുകൊണ്ടായിരിക്കും അവൻ കേൾക്കാഞ്ഞത്? അവൻ അങ്ങനെ വിശന്ന് മയങ്ങി ബോധം കെട്ട് കിടക്കുകയാണല്ലേ. വെൻ ഹി ലുക്ക്ഡ് അപ്പ് ഹി ഫൗണ്ട് ദ ബ്യൂട്ടിഫുൾ സാഫിയർ. അപ്പോൾ ബോധത്തിൽ നിന്ന് ഉണർന്നു വന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത്? ഒരു സാഫിയർ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആര്? നമ്മുടെ ചെറുപ്പക്കാരൻ. ഐ ആം ബിഗിനിങ് ടു ബി അപ്രീഷിയേറ്റഡ്, ഹി ക്രൈഡ്. ദിസ് ഈസ് ഫ്രം സം ഗ്രേറ്റ് അഡ്മിറർ. ഹോ, എന്നെ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ സന്തോഷത്തോടു കൂടി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ദിസ് ഈസ് ഫ്രം അഡ്മിറർ. എൻ്റെ ഏതോ ഒരു ആരാധകൻ എനിക്ക് ഇന്ദ്രനീലക്കല്ല് തന്നിരിക്കുകയാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ വിചാരിക്കുന്നത്. നൗ ഐ ക്യാൻ ഫിനിഷ് മൈ പ്ലേ ആൻഡ് ഹി ലുക്ക്ഡ് ക്വിറ്റ് ഹാപ്പി. അപ്പോൾ അയാളുടെ മനസ്സിൽ ആളുകൾ അയാളെ അംഗീകരിച്ചു തുടങ്ങി എന്ന് ആയിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ഉത്സാഹമൊക്കെ ആയിപ്പോയി. അപ്പോൾ ആ ഉത്സാഹമൊക്കെ വന്നപ്പോൾ അയാൾക്ക് ആ നാടകം എഴുതി തീർക്കാനുള്ള ഉത്സാഹമായി. നാടകം എഴുതി തീർക്കാൻ അയാൾ തീരുമാനിച്ചു. ഓക്കെ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്കെല്ലാവർക്കും ദ റൈറ്റർ എന്ന ഈ പാഠഭാഗം മനസ്സിലായില്ലേ? ടീച്ചർ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു തരാം. ഈ പാഠഭാഗത്തിൽ നമ്മുടെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ കണ്ണിലുള്ള സാഫിയർ പറിച്ചെടുത്ത് ഒരു എഴുത്തുകാരനായ ചെറുപ്പക്കാരനെ സഹായിക്കുന്നതാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ ഡിയർ ചിൽഡ്രൻ, എന്നാൽ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുകയാണ്. എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തുകൊള്ളൂ. ഓക്കെ, എല്ലാവരും എഴുതാൻ തയ്യാറായില്ലേ? ഫസ്റ്റ് വൺ, I will wait with you one night long, said the sailor. Why did the sailor decide so? ഞാൻ ഒരു രാത്രി കൂടി അങ്ങയുടെ കൂടെ തങ്ങാം എന്ന് സോളോ പറയുന്നു. എന്തുകൊണ്ടാണ് സോളോ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? ഓക്കെ, നെക്സ്റ്റ്. Why didn't the writer notice the solo? എന്തുകൊണ്ടാണ് റൈറ്റർ സോളോയെ ശ്രദ്ധിക്കാതെ പോയത്? Then, why did the writer think that was being appreciated? തന്നെ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങിയെന്ന് റൈറ്റർ തിങ്ക് ചെയ്യാൻ കാരണം എന്തായിരിക്കും? ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോട്ട് ബുക്കിലേക്ക് എഴുതി അടുത്ത ക്ലാസ്സിൽ ടീച്ചർക്ക് കാണിച്ചു തരില്ലേ? ഓക്കെ, I think you have understood the story very well. Let's wind up this class and meet again the next class. Thank you.